ഹായ് ഹലോ എല്ലാവർക്കും മനു സ്വിച്ച് ക്ലബിൻ്റെ യൂറോപ്പ് സീരീസ് സീസൺ 2 അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡിസ്നി ലാൻഡിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ അറിയേണ്ടതും അതുപോലെ തന്നെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്നി ലാൻഡിനെ കുറിച്ചും അവിടേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും തുടങ്ങി A to Z ഡീറ്റെയിൽസും ഒരുവിധം മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അറിയുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഡിസ്നി ലാൻഡിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോവാം. 1955 ജൂലൈ 17 കാലിഫോർണിയയിലാണ് ഡിസ്നി ലാൻഡ് ആദ്യമായിട്ട് തുറക്കുന്നത്. ഡിസ്നി കമ്പനിയുടെ പ്രത്യേകിച്ച് വാൾട്ട് ഡിസ്നിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു മാജിക്കൽ പാർക്ക് തുറക്കുക എന്നുള്ളത്. വാൾട്ട് ഡിസ്നി തൻ്റെ ഫാമിലിയായിട്ട് പുറത്തു പോകുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാർക്കുകളൊന്നുമില്ല എന്ന് കണ്ടെത്തി. അതിൽ നിന്നാണ് ഇങ്ങനൊരു ആശയത്തിലെത്തിയത്. അതായത് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാർക്ക് എന്നുള്ള ആശയം. ഇതിൻ്റെ തുടക്കത്തിൽ നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടിരുന്നു. അതെല്ലാം തരണം ചെയ്തിട്ടാണ് ഇന്ന് ഈ ഡിസ്നി ലാൻഡ് ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. അഡ്വഞ്ചർ ലാൻഡ്, ഫ്രണ്ടിയർ ലാൻഡ്, ഫാൻറ്റസി ലാൻഡ്, ടുമാറോ ലാൻഡ്, അങ്ങനെ ഒരുപാട് ലാൻഡ്സായിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. പല പല പുതിയ അനുഭവങ്ങളും റൈഡുകളും ഓരോ കാലഘട്ടത്തിലൂടെ ചേർന്ന് വന്നു ഇതിലേക്ക്. ഡിസ്നി ലാൻഡ് വിജയം കണ്ടതിന് ശേഷം ഡിസ്നി മറ്റിടങ്ങളിലും പാർക്ക് വിപുലീകരിച്ചു. അതിനുശേഷം ഫ്ലോറിഡ, ജപ്പാൻ, ഫ്രാൻസ്, ഹോങ്കോങ്, അതുപോലെ തന്നെ ചൈനയിലും ഡിസ്നി ലാൻഡ് ആരംഭിച്ചിട്ടുണ്ട്. ദ ഹാപ്പിയസ്റ്റ് പ്ലേസ് ഇൻ ദ എർത്ത് എന്നാണ് ഡിസ്നി ലാൻഡ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇനി ഡിസ്നി ലാൻഡിലേക്ക് പോകും മുന്നേ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം. ബുക്ക് ചെയ്തിട്ട് വേണം പോവാൻ. ഡിസ്നി ലാൻഡിൽ നമുക്കിങ്ങനെ കറക്റ്റ് ടിക്കറ്റ് റേറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതായത് ഓരോ ദിവസത്തിനനുസരിച്ചും അതുപോലെ തന്നെ നമ്മൾ പോണ സീസണിനനുസരിച്ചും ടിക്കറ്റ് റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതും കൂടി നോക്കി നമുക്ക് വേണമെങ്കിൽ പോകുന്ന ദിവസം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡിസ്നി ലാൻഡിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ഏത് ഡിസ്നി ലാൻഡിലേക്കാണോ പോകുന്നത് അതിൻ്റെ ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഡിസ്നി ലാൻഡ് പാരീസിലേക്കാണ്. അപ്പോൾ പാരീസിൻ്റെ ആപ്പാണ് ഡൗൺലോഡ് ചെയ്തത്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം ഡിസ്നി ലാൻഡ് ഒരു ചെറിയ സ്ഥലമല്ല. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എവിടേക്കൊക്കെ പോകണം, എവിടേക്കാണ് റെസ്റ്റോറൻറ്റ്സ് ഉള്ളത്, എവിടേക്കാണ് ഏതൊക്കെ റൈഡ്സ് ഉള്ളത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അറിയാൻ പറ്റും. നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് ഇവിടെ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ലിങ്ക് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതുപോലെ തന്നെ ഈ ഡിസ്നി ലാൻഡിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ എടുക്കാം. ബേസ് ടിക്കറ്റ്, പാർക്ക് ഹോപ്പർ ടിക്കറ്റ്, മൾട്ടി ഡേ ടിക്കറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിക്കറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്നി ലാൻഡ് പാർക്കിലേക്ക് മാത്രമാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു ടിക്കറ്റ് ഉണ്ട്. അതുകൂടാതെ വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോയും ഡിസ്നി ലാൻഡും എൻട്രി ചെയ്യാനുള്ള ടിക്കറ്റ് വേറെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വിശദമായി നോക്കി നമ്മുടെ ഡേയ്സും നമ്മുടെ സമയമൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം തീരുമാനിക്കാൻ. അതുപോലെ തന്നെ ഈ ആപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ റൈഡ്സിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ ഓരോ റൈഡിനും എത്ര നേരം വെയിറ്റിംഗ് ടൈം ഉണ്ടെന്നും അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കി നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. റൈഡ്സ് മാത്രമല്ല, ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സ് ഡിസ്നി ലാൻഡിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ്സ് എവിടെയാണ്, വാഷ്റൂംസ് എവിടെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് A to Z കാര്യങ്ങളും ഈ ഒരൊറ്റ ആപ്പിൽ അറിയാൻ പറ്റും. റൈഡ്സ് കൂടാതെ മാജിക് ഷോസ്, അതുപോലെ തന്നെ പെരേഡ്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഈ ഒരു ആപ്പിലുണ്ട്. ഈ ഒരൊറ്റ ആപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും കിട്ടിയെന്നുള്ളതാണ് അർത്ഥം. അപ്പം നമ്മൾ ഡിസ്നി ലാൻഡിൽ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കുന്ന അതേ മുൻഗണന കൊടുത്തിട്ട് വേണം ഈ ആപ്പും ഡൗൺലോഡ് ചെയ്യാൻ. കാരണം അത്രത്തോളം ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു ഈ ആപ്പ്. ഏകദേശം 5500 ഏക്കർ പരന്ന് കിടക്കുന്ന ഒന്നാണ് ഡിസ്നി ലാൻഡ് പാരീസ്. അപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റ്, അവിടെ പോകുന്നതിന് മുന്നേ നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാനിങ് നടത്തിയിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാൻറ്റസി ലാൻഡ്, അഡ്വഞ്ചർ ലാൻഡ്, ടുമാറോ ലാൻഡ്, അങ്ങനെ ഒരുപാട് തീംസ് ഉണ്ട് ഇവിടെ. അപ്പം നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മൾ കുറച്ച് ഗൂഗിളും യൂട്യൂബും ഒക്കെ നോക്കിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ റൈഡ്സിൻ്റെ ലിസ്റ്റ് ഈ ആപ്പിൽ നോക്കിയിട്ടും എവിടേക്കാണ് പോകേണ്ടതെന്ന് നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് മാത്രമാണ് നമ്മൾ അവിടേക്ക് പോകേണ്ടത്. ഇല്ലെങ്കിൽ ഒരു പിടിയും കിട്ടാത്തൊരവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ പോകുന്ന അന്ന് രാവിലെ 9:30 പാർക്ക് തുറക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 8:30 കൂടി അവിടെ എത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുകയും ചെയ്യും. രാവിലെ ഇത്തിരി തിരക്ക് കുറയുകയും ചെയ്യും. പിന്നെ കുറച്ചുകൂടി നമ്മൾ എക്സ്പെൻസ് എടുക്കാൻ റെഡിയാണ്. നമുക്ക് 2-3 ദിവസം നമ്മൾ ഡിസ്നി ലാൻഡിൽ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡിസ്നി ലാൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഡിസ്നി തീം ഹോട്ടൽസ് ഉണ്ട്. നമുക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അവിടെ താമസിക്കുകയാണെങ്കിൽ ഡിസ്നി ലാൻഡിൽ സ്പെൻഡ് ചെയ്യാൻ കുറച്ച് എക്സ്ട്രാ അവേഴ്സും കൂടിയും കിട്ടും. അപ്പോൾ തിരക്കില്ലാതെ നമുക്ക് റൈഡ്സ് എൻജോയ് ചെയ്യാം.
അതുപോലെ തന്നെ ചില റൈഡ്സിൽ തിരക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് ആ ഒരു റൈഡിൽ മാത്രമായിട്ട് ഫാസ്റ്റ് പാസ് എടുക്കാം, എന്നിട്ട് പെട്ടെന്ന് ക്യൂ നിൽക്കാതെ കയറാവുന്നതാണ്. അതെല്ലാം നമുക്ക് ഈ ഡിസ്നിയുടെ ആപ്പിൽ നോക്കി വെയിറ്റിംഗ് ടൈമിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളെപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സും ചപ്പൽസൊക്കെ യൂസ് ചെയ്യുക. ഡിസ്നി ലാൻഡിൽ ഒരു ദിവസം ഏകദേശം 10,000 മുതൽ 20,000 സ്റ്റെപ്സ് വരെ നടക്കേണ്ടി വരും. അപ്പോൾ നടക്കാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂ നിർബന്ധമാണ്. അതുപോലെ തന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്, നമ്മൾ പോകുന്ന സീസൺ അനുസരിച്ച് സൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള ഡ്രസ്സിങ്ങും നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമുക്ക് റൈഡ്സ് പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാനും കൂടി പറ്റുള്ളൂ. അടുത്തത് അവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് എല്ലാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടി സൗകര്യം നോക്കിയിട്ട് തന്നെ ആയിരിക്കും നമുക്ക് ഔട്ട്സൈഡ് ഫുഡ്സ് അവിടെ അലൗഡാണ്. പിന്നെ ചില ക്യൂലൊക്കെ ഒരുപാട് വെയിറ്റിംഗ് ടൈമൊക്കെ ഉണ്ടാവുമെന്നും പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം വെള്ളവും ജ്യൂസും സ്നാക്സൊക്കെ വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് വെറുതെ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് കഴിക്കുകയും ചെയ്യാം, ഒരുപാട് അവിടെ നിന്ന് ഫുഡ് വാങ്ങി എക്സ്പെൻസീവ് ആക്കാതെയും നോക്കാം. പിന്നെ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചില റൈഡ്സിലൊക്കെ ഹൈറ്റ് ലിമിറ്റ് ഉണ്ട്. അതും നമ്മുടെ ഈ ഡിസ്നി ലാൻഡ് ആപ്പിലുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കി അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയി വരികയാണെങ്കിൽ നമുക്ക് ഡിസ്നി ലാൻഡ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെയും കുട്ടികളിലൊക്കെ ഇഷ്ടം നോക്കി ഏത് റൈഡ്സ് വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. ശരിക്കും നല്ലൊരു രീതിയിൽ പ്ലാൻ ചെയ്ത് പോയാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. കൃത്യമായിട്ടുള്ള പ്ലാനിങ് മസ്റ്റാണ്, ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെത്തിയ ഒരു കടലിലെത്തിയ അവസ്ഥയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോയത്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് വരാം. നമ്മൾ രാവിലെ എണീച്ചു, എന്നിട്ട് ചെറിയ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പോയത്. നേരത്തെ ആയിരുന്നുകൊണ്ട് അധികം വിശക്കുന്നുണ്ടായിരുന്നില്ല ആർക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഐഫിൽ ടവറിലേക്കൊക്കെ പോയ പോലെ തന്നെ ഇവിടെയും 6 തന്നെയാണ് പോകുന്നത് ഡിസ്നി ലാൻഡിലേക്ക്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേഷന് പുറത്ത് വരുമ്പോൾ നേരെ കാണുന്നത് നമ്മുടെ ഡിസ്നി ലാൻഡാണ്. അത്രയും അടുത്താണ്. ഇത്രത്തോളം എക്സൈറ്റഡ് ആയിട്ട് അബി വേറൊരു സ്ഥലത്തും പോയിട്ടില്ല കേട്ടോ. അത്രയും സന്തോഷമായിരുന്നു. അത് ഇവിടെ എത്തുന്ന അബിയുടെ എന്നല്ല, ഇവിടെ എത്തുന്ന ഓരോ കുട്ടികളുടെയും മുഖത്തും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കടന്നു. പിന്നെ റൈഡ്സിലേക്ക് കയറിയായിരുന്നു. നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഏതൊക്കെ കയറണം എന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെയുള്ള ക്യാരക്ടേഴ്സും റൈഡ്സും അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസിൽ. അതാണ് ഈ നേരെ കാണുന്നത് കേട്ടോ. മിക്കി മൗസിൻ്റെ ടീഷർട്ടും ഡിസ്നി ലാൻഡിൻ്റെ ടീഷർട്ടൊക്കെ അവരിട്ടപ്പോൾ ഞാനും പിന്നെ മോശമാക്കാൻ നിന്നില്ല, മിന്നി മൗസിൻ്റെ ഒരു ഹെയർ ബാൻഡെങ്കിലും വാങ്ങി വെച്ചു. എന്തായാലും ഒരു വഴിക്ക് വരല്ലേ, ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ വരുന്ന ഒരുവിധം എല്ലാ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ തലയിൽ ഇതുണ്ട്. അതൊരു രസം. ഈ ആനയൊക്കെ കരിമ്പൻ തോട്ടത്തിൽ കയറിയ അവസ്ഥ എന്ന് പറയുമല്ലോ, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു അബിക്ക്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് എന്തൊക്കെയോ കാണുന്നുണ്ടായിരുന്നു. നമ്മൾ കയറിയിട്ടുള്ള എല്ലാ റൈഡ്സിനെ കുറിച്ചും എടുത്തു പറയുന്നതും കാണിക്കുന്നൊന്നുമില്ലെങ്കിലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് 3 പേർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു റൈഡായിരുന്നു പൈററ്റ്സ് ഓഫ് കരീബിയൻ. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് നല്ല റൈഡ്സ് ഉണ്ട് അവിടെ. പീറ്റർ പാൻസ് ഫൈറ്റ്, ഫാൻറ്റം മാനർ, ഇറ്റ്സ് എ സ്മോൾ വേൾഡ്, അങ്ങനെ കുറേ ഉണ്ട്. പെട്ടെന്ന് ആലോചിക്കുമ്പോൾ പേരുകളൊന്നും മുഴുവനായിട്ട് കിട്ടുന്നില്ല. പക്ഷേ എല്ലാ റൈഡ്സും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് കുറച്ചും കൂടി നമ്മൾ ഇതിൻ്റെ മൂവിയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. ഓരോ റൈഡിലും ഇങ്ങനെ നമ്മുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് ആ ഫോട്ടോ കിട്ടും. പിന്നീട് നമ്മളങ്ങനെ ഓരോ റൈഡ്സിലേക്കുള്ള ക്യൂ നിൽക്കുകയായിരുന്നു. നമ്മുടെ കയ്യിൽ സ്നാക്സ് ഉണ്ടായിരുന്നു. സ്നാക്സൊക്കെ കഴിച്ച് ക്യൂ ഒക്കെ നിന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു. ഇതാണ് മിക്കി മൗസിൻ്റെ ഹൗസ്. പക്ഷേ നമുക്ക് അവിടെ 1.5 മണിക്കൂറായിരുന്നു വെയിറ്റിംഗ് ടൈം. അപ്പോൾ ആ 1.5 മണിക്കൂർ അവിടെ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ റൈഡ്സിൻ്റെ സമയം പോകുമെന്ന് വിചാരിച്ച് മിക്കി മൗസിനെ കാണലുണ്ടായില്ല. ബാക്കി ക്യാരക്ടേഴ്സൊക്കെ ഇടയ്ക്ക് അരമണിക്കൂർ കൂടുമ്പോൾ കോമൺ ആയിട്ടുള്ള ഏരിയയിൽ വരും. അപ്പോൾ അവരെ ഒരുപാട് പേരെ കാണാൻ പറ്റി. പക്ഷെ മിക്കി മൗസിനെ അപ്പം കാണാൻ പറ്റിയില്ല.
ആ സമയം കൊണ്ട് എനിക്ക് തോന്നുന്നു വേറെ 3-4 റൈഡ്സിൽ കയറി. ഒരുവിധം അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്തത് ഡിസ്കവറി ലാൻഡിലേക്ക് പോയി. ഇവിടെ ഒന്നും പല റൈഡ്സിലും വീഡിയോസൊന്നും അലൗഡ് ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല. എന്തായാലും നല്ല കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ എന്നും വൈകുന്നേരം 5:30 ഡിസ്നി ലാൻഡിൽ എല്ലാ ക്യാരക്ടേഴ്സും കൂടി വരുന്നൊരു പരേഡ് ഉണ്ട്. ഒരു രീതിയിലും നമ്മളത് മിസ്സാക്കരുത്. അത്രത്തോളം അടിപൊളിയായിട്ടുള്ളൊരു പരേഡാണ്. എനിക്ക് തോന്നുന്നു ഡിസ്നി ലാൻഡിലുള്ള ഒരുവിധം എല്ലാ ആൾക്കാരും അത് കാണാൻ വേണ്ടി 2 സൈഡിലുമായിട്ട് തിങ്ങിക്കൂടിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് വിശന്നു. നമ്മൾ എന്തൊക്കെയോ വാങ്ങി കഴിച്ചു. നല്ല കിടിലൻ പരേഡായിരുന്നു. ഇതുവരെയും രാവിലെ ആയത് ഓർമ്മയുള്ളൂ. പിന്നെ വൈകുന്നേരം ഇപ്പോൾ സമയം 6 മണിയാണ്. എങ്ങനെയാണ് ടൈം പോയതെന്ന് ഒരു പിടിയുണ്ടായിരുന്നില്ല. എവിടെ പോയാലും ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങാതെ തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനെ നമ്മളൊരു ഫ്രിഡ്ജ് മാഗ്നറ്റും വാങ്ങി. അപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങി. എല്ലാ സ്ഥലത്തും ലൈറ്റ്സ് വന്നു തുടങ്ങി. ലൈറ്റ്സ് ഇട്ട് സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസിലിന് മറ്റൊരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇനി സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസിലിൽ രാത്രി ഒരു ഷോ ഉണ്ട്. ലൈറ്റ്സും സൗണ്ടും അതുപോലെ തന്നെ ഫയർ വർക്ക്സൊക്കെ ആയിട്ട്. അത് കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അതെങ്ങാനും നമ്മൾ കാണാതെ പോയിരുന്നു വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നായനെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു ഷോ തന്നെയായിരുന്നു അത്. അങ്ങനെ അതൊക്കെ കണ്ട് ശരിക്കും മനസ്സ് നിറഞ്ഞതിന് ശേഷം നമ്മൾ ദുഃഖത്തോടു കൂടിയാണ് ഡിസ്നി ലാൻഡിനോട് ബൈ ബൈ പറഞ്ഞത്. എന്നെങ്കിലും വീണ്ടും തിരിച്ചു വരാനൊരു ഭാഗ്യം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ശരിക്കും അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അത്രത്തോളം 3 പേരും എൻജോയ് ചെയ്തു. ഹാപ്പിയസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് എന്ന് എന്തുകൊണ്ടാണ് ഡിസ്നി ലാൻഡിനെ വിളിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇവിടെ വന്ന് പോകുന്ന ഒരാൾക്ക് തോന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.